അങ്ങനെ നമ്മൾ ഐ ലവ് ഗോവ കണ്ടിരിക്കുകയാണ്. 4:50 അടുപ്പിച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ വെച്ച് മിന്ന കൊങ്കൺ റെയിൽവേ വഴി. അങ്ങനെ മറ്റൊരു തുരങ്കത്തിന് ശേഷം വേറൊരു മനോഹരമായ കാഴ്ചകൾ തന്നെ ഉള്ളൂ. ഈ ഒരു കൊങ്കൺ റെയിൽവേ വഴി കാഴ്ചകളുടെ പരദീസ. വാട്ടർഫോൾസ് വേറെ ലെവലുണ്ടോ. ഇത് നമ്മൾ വരച്ച ചിത്രത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ലേ, ആ സെയിം ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. കോട എന്താലേ. വീണ്ടും അടിയോടടി. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും നമ്മൾ നേരെ മുംബൈയിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 4:40 ആയിട്ടുണ്ട്. കണ്ടില്ലേ അവസ്ഥ, കണ്ടില്ലേ? മര്യാദക്ക് കിടന്നുറങ്ങിയത് എന്നെ പിടിച്ച് എണീപ്പിച്ച് AC എന്ത് സുഖമായിട്ട് പുതപ്പും വെച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 മണിക്കൂറാണ് കിട്ടുള്ളൂ പറഞ്ഞിട്ട്. 3 മണിക്കൂറിന് വെറും 124 രൂപ ചെലവിൽ ഗോവയിൽ. വേറെ എവിടെ കിട്ടാനാ? ഇന്നലെ മൊത്തം തെണ്ടിയിട്ട് എന്താ പറയുക, 700-800 രൂപ ഇല്ലാതെ എവിടെ ഒരിക്കലും. അതും 11 മണി വരെ, മോർണിംഗ് 11 മണി വരെ നമുക്ക് റൂം കിട്ടുള്ളൂ. അതിന് മുന്നേ ചെക്കൗട്ട് ചെയ്യും വേണം. 700-800 രൂപ സിംഗിൾ റൂമിന് കൊടുക്കും വേണം. അപ്പോൾ IRTCയുടെ ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൈറ്റിലൊക്കെ കയറിയിട്ട് ബുക്കൊക്കെ ചെയ്തിട്ട് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റിക്ക് താമസം കാര്യങ്ങളൊക്കെ പിടക്കാം. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ വെച്ച് മിന്ന കൊങ്കൺ റെയിൽവേ വഴി. അങ്ങനെ നമ്മൾ ഐ ലവ് ഗോവ കണ്ടിരിക്കുകയാണ്. 4:50 അടുപ്പിച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. 4:45 വരേണ്ട ട്രെയിന് കിട്ടാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുന്നോട്ട് നടന്നതിൻ്റെ തൽഫലമായിട്ടാണ് ഐ ലവ് ഗോവ നമ്മൾ കണ്ടുമുട്ടിയത്. ഉറക്കപ്പിച്ചിൽ ഇതുപോലുള്ള ഇരിപ്പിടത്തിൽ ട്രെയിനും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരു കടലമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കം പോകാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമായിരുന്നു കടലമുട്ടായി. എന്തായാലും വിഷയമാണ് ട്രെയിനത്തെ ബാക്കി. അപ്പോൾ നമ്മളെന്തായാലും നേരം വിളിക്കുന്നവരെ നമുക്ക് കുറച്ച് മലയാളി കമ്പനികളെ കിട്ടിയിട്ടുണ്ട്. അവരോടെ വിൻഡോ സീറ്റിലാണ് ഉള്ളത് കേട്ടോ. അവർ നെക്സ്റ്റ് ഗോവയിൽ ഇറങ്ങും, സൗത്ത് ഗോവയിൽ ഇറങ്ങും. അപ്പോൾ സൗത്ത് ഗോവയിലല്ല, നോർത്ത് ഗോവയിൽ ഇറങ്ങും. അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്ക് നൈസായിട്ടൊന്ന് കിടന്നുറങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബർത്തിൻ്റെ മേലെ കയറി കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോവാട്ടോ. നേരം പരപരാന്ന് വിളിക്കുന്നു. ബർത്തിൻ്റെ മണ്ടയിൽ നിന്നും താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാണ് ആദ്യമായി കാണുന്ന കാണി നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ വാസ്കോ ഡ ഗാമ ഗോവ. ഇന്നലെ നമ്മൾ കണ്ട പോലത്തെ ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് ഗോവയെന്നല്ല, നല്ല ഒറിജിനൽ ഗോവ എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 6:57, 7 മണിയായിട്ടുണ്ട്. പേണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി പിടിച്ചിട്ടിട്ട് ഇപ്പോൾ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ സീറ്റുകളാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ, മുംബൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. അത് ഈ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിനൊക്കെ നമ്മൾ യാത്ര ചെയ്യണം. പിന്നെ ഈ ഒരു ടൈമിനൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ബാഗ് അവിടെ ഇരിക്കണുണ്ടോ, അവിടെ ബെർത്ത് ഉണ്ട്, കുഷ്യനൊക്കെ ഉള്ള ബെർത്താണ്. സുഖമായിട്ട് കിടന്നുറങ്ങാം. എനിക്ക് നല്ല ഉറക്കമുണ്ട്. അപ്പോൾ ആദ്യം ഉറക്കത്തിൽ നിന്ന് എനിക്ക് എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താ. ഉറങ്ങാതെ ഞാനിരിക്കും, പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് മതിയാവോളം ഉറങ്ങണം. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ തിരക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റ്, ഈ ഒരു വിൻഡോ സീറ്റ് പോയി. ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേ വഴിയാണ് പോകുന്നത്. അതായത് ഫോറസ്റ്റ് റൂട്ടിലൂടെ വാട്ടർഫോൾസും മനോഹരമായിട്ടുള്ള
ഇന്ത്യൻ റെയിൽവേയുടെ മനോഹരമായിട്ടുള്ളൊരു റൂട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അതും ഈ ഒരു സമയത്ത് തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് ഒരു 6-7 മണിക്കൊക്കെ നമ്മൾ മുംബൈയിലേക്ക് എത്തും. അതുവരെ നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പ്രഭാതം ഈ ഒരു കൊങ്കൺ റെയിൽവേ തീരത്തുള്ള ആ ഒരു വേറെ ലെവൽ പറയാൻ വാക്കുകളൊന്നും കിട്ടില്ല. ഉറക്കപ്പിച്ചാണോ എന്താണെന്ന് എനിക്കറിയില്ല. വേറെ ലെവലായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും ആഴമേറിയ കാഴ്ചകളിലെ മനോഹാരിതയിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെന്നേക്കാം. ട്രെയിനിന്റെ സിറ്റുവേഷൻ ഒന്നും മാറിയിട്ടുണ്ട് കേട്ടോ. ഈ തിരക്ക് കുടൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ ട്രെയിൻ അങ്ങോട്ട് മാറി. മൊത്തത്തില് ആകെ സീറ്റിനൊക്കെ വേണ്ടിയിട്ട് അടിമുട്ടിയൊക്കെയാണ്. വിഷയമാണ് ആ കുട്ടി കരയണുണ്ടോ. സീറ്റിന് വേണ്ടിയിട്ട് അങ്കംവട്ടാണ് ഇവിടെ. ഒരാൾ വന്നിട്ട് ചിലപ്പോ സ്റ്റേഷനിൽ നിർത്തുന്നേക്കാളും മുന്നേ കുപ്പിയും പാട്ടൊക്കെ എടുത്തിട്ട് സീറ്റിലേക്ക് ഇട്ടു. പിന്നെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്കംവട്ടാണ്. എന്തോന്നടേ അങ്കനവാടി പിള്ളേരെ പോലെ. ഇപ്പൊ കണ്ട ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വിൻഡോ സീറ്റ് ഇരുന്നതെന്ന് അറിയില്ലേ. ഇതാണ് അവസ്ഥ. എപ്പൊ വേണമെങ്കിലും നമ്മളെ സീറ്റ് പോയാൽ പിന്നെ 3G. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങൂടി ചെയ്യാതെ കാവലിരുന്നത് ഈ സീറ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒച്ചപ്പാട് ബഹളങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നൈസായിട്ട് മാറ്ററിലേക്ക് വരാം. എന്താണ് ഈ കൊങ്കൺ റെയിൽവേ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തിലെ മലകളുള്ള ഒരു പ്രദേശമാണ് കൊങ്കൺ അഥവാ കൊങ്കൺ തീരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ഏകദേശം 760 കിലോമീറ്റർ തീരമാണ് ഈ പ്രദേശത്തിനുള്ളത്. മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും തീരദേശ ജില്ലകൾ ഈ പ്രദേശത്തിന്റെ ഭാഗമാണ്. പശ്ചിമഘട്ടവും തീരപ്രദേശവും ഇഴുകി സ്ഥിതി ചെയ്യുന്ന ഇതിലൂടെയുള്ള റെയിൽവേ പാതയാണ് കൊങ്കൺ റെയിൽവേ പാത. മഹാരാഷ്ട്രയിലെ റോഹിയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാത. യാത്രാദൈർഘ്യം പകുതിയോളം കുറഞ്ഞതാണ് കൊങ്കൺ റെയിൽവേയിലുണ്ടായ പ്രധാന നേട്ടം. 760 കിലോമീറ്ററോളം ദൈർഘ്യമാർന്ന ഈ പാത കടന്നു പോകുന്നത് പ്രകൃതി രമണീയമായ മനോഹരമായ കാഴ്ചകളിലൂടെയാണ്. ഗരം വടാപാവ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പരിപാടി. ഗരം വടാപാവ് വരെ കണ്ട അടി. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10 മണി. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ ഇതുവരെ വന്നത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. വേറൊരു കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര കേരള ടു ഇന്ത്യ ടു ഇപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക, ഗോവ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 5ാമത്തെ സംസ്ഥാനത്തേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. രത്നഗിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, മാംഗോ വില്ലേജാണ്. ഒരുപാട് മാങ്ങ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോക്കിയേ ഗൈസ്, താഴേക്ക് ഒരുപാട് ഉയരത്തിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, രത്നഗിരി കൊള്ളാലോ. സംഭവം ശരിയാട്ടോ. ഒരുപാട് എന്താ പറയുക മാംഗോ ട്രീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാങ്ങകൾക്കൊക്കെ പേര് കേട്ട നാടാണ് രത്നഗിരി. രത്നഗിരി താണ്ടി നമ്മളിങ്ങനെ പോയിക്കിട്ടേ ഇരിക്കുന്നത്. പൊന്നു, ഒന്ന് കഴിയുമ്പോ ഒന്ന് കേട്ടോ. അതിനേക്കാൾ ഉയരത്തില് ഉയരം കൂടിക്കോട് വരികയാണല്ലോ. ഇതെന്താ ചുരം കയറുന്നുണ്ടോ? ആഹാ, അടിപൊളി.
ഇനി ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടായിട്ടുള്ളൂ. നമ്മളെ ഈ യാത്രയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ലൊരു വാട്ടർഫാൾസ് മിസ്സായിട്ടോ. വാട്ടർഫാൾ വേറെ ലെവല്. നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, എന്താ പറയാ, എന്തോ ഒരു സാഗർ വാട്ടർഫാൾസ് ഉണ്ട്. എൻ്റെ ആ പൊന്നു, ഒരു രക്ഷയില്ലാത്തൊരു സ്പോട്ട്, ജസ്റ്റ് മിസ്. അതായത് നല്ല പെട പിടിച്ചെന്ന്. ആ ഒരു ടണൽ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ആയിട്ട് നിൽക്കായിരുന്നു. ടണലുണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വണ്ടി വിട്ട്. ഇങ്ങനെയുള്ള വാട്ടർഫാൾസ് വേറെ ലെവൽ കേട്ടോ. ഇതൊന്നും അവിടെ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഭയ്യ, आपका नाम क्या है? मेरा नाम पृथ्वीराज चौहान है। किधर से जाएगा? मुंबई। हाँ, मुंबई तो मुंबई। വേറെ ലെവല് ടണലാണ് കേട്ടോ. ടണല് ടണൽ കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം മസ്റ്റാണ് ഇവിടെ. 11:22 നമ്മുടെ യാത്രയിൽ ഇപ്പോഴാണ് ഒന്ന് വെയിൽ ഉദിച്ചത് കേട്ടോ. അതായത് ഇനിയുള്ള കാഴ്ചകൾക്കൊക്കെ അത്യാവശ്യം ഭംഗി കൂടും. സംഗമേശ്വർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ചെറുതായിട്ട് വെയിലൊക്കെ ഒന്ന് ഉദിച്ചിട്ടുണ്ട്. ആ കോട, ആ ഒരു റെയിനി ക്ലൈമറ്റ് അല്ലേ, അതങ്ങോട്ട് ഒരു മങ്ങലാവും. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഈ ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, അതിലെടുത്ത് കഴിഞ്ഞാൽ ഈ സൺലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഷോക്കാണ്. അതിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സംഗമേശ്വർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 12:30. ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനായിരിക്കും. കണ്ടോ, ലഗേജൊക്കെ കൊടുന്നിട്ട് തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ പണ്ടങ്ങട്ടുകളൊക്കെ മേത്ത് അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുമാവാൻ തുടങ്ങിയിട്ടുണ്ട്. 2 സ്റ്റേഷൻ ഓടി കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ പൊന്നു, മുംബൈ CSTയിലേക്കൊക്കെ പോകുന്ന ട്രെയിനിലുള്ള, ലോക്കൽ ട്രെയിനിലുള്ള തിരക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഓടിയിട്ട ഉതരില്ല. അമ്മാരി തിരക്കാണ് ഇനി വരാൻ പോകുന്നത്. ഇതുപോലെ ആസ്വദിച്ച യാത്ര ഇനി അങ്ങോട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നവർ, ഫസ്റ്റ് ടൈമായിട്ടാവും കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ 1 തവണ 2 തവണ പോയി വന്നവരായിരിക്കും. എങ്കിലും നമുക്ക് ഒരുമിച്ചിരുന്ന് വെയിറ്റ് ചെയ്ത് അടി എന്തോ സീറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയ പ്രശ്നമാണ്. വർത്താനായിരുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂക്ക സീനായി. ഇനി എന്തൊക്കെ കാണേണ്ടിയിരുന്നു പഠിച്ചവരറിയാം. എൻ്റെ പൊന്നോ. ചിലപ്പോൾ ഉരുള് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് തെറിച്ചിട്ട് ട്രാക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാവും. അല്ലെങ്കിൽ മേലെന്ന് വല്ല ഇതും ട്രാക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് കേട്ടോ ഇത്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ, ആ ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിലോ വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഒരുപാട് വാട്ടർഫോൾസ് ആണെന്നുണ്ടെങ്കിലും അത്രയും. ഇപ്പോൾ ഏകദേശം 7 മണിക്കൂറോളായി. എന്താ യാത്ര അല്ലേ, ഇതൊക്കെയാണ് യാത്ര. 7 മണിക്കൂറോളായി ഇപ്പോൾ ഇതേ റൂട്ടിലൂടെ. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ബാക്കിയുള്ള എല്ലാ ലോകത്തു നിന്നും മാറി ഒരു 7 മണിക്കൂർ അവിടെ എത്താനായിട്ട് ഇനിയിപ്പോൾ എത്ര മണിക്കൂർ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, ഒരുപാട് അങ്ങനെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഇടപഴകി, ഇപ്പോൾ അവരൊരു സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തരിക, നമ്മളൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുക, അങ്ങനെ ഇടപഴകി നമ്മൾ നടത്തുന്ന ഒരു യാത്ര. എന്തായിരിക്കും ഫീൽ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇന്ത്യ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു യാത്ര ഈ ഒരു റൂട്ടിൽ എന്താ പറയുക, മഡ്ഗാവ് തന്നെ കയറണം. അത് വേറൊരു ഫീലാണ് രാവിലെ കയറി കഴിഞ്ഞാൽ.
വേറൊരു ഫീല്. ഇന്ത്യയെ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് എനിക്ക് ഒറ്റയടിക്ക് ഇന്ത്യയാണ് കിട്ടി. ഇതാ ഇന്ത്യയെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ മുതൽ ഇവിടം വരെ ഉള്ള ആളുകളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് അവരൊന്നുമായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചാൽ മതി. നല്ല രീതിയിൽ ഇന്ത്യ സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇന്ത്യയൊക്കെ സിമ്പിളായിട്ട് ഇവിടുന്ന് മുംബൈ LTTയിൽ എത്താനായിട്ട് ഏകദേശം ഇനി ഒരു 5 മണിക്കൂറോളുണ്ട്. ആ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇന്ത്യയാണല്ലോ അടിപൊളിയായിട്ട് അറിയാം. ചിപ്ലൂൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത്. ചിപ്ലൂൺ ഇതാണ് കേട്ടോ ബംഗാളി സമൂസ. നമുക്ക് സമൂസ കിട്ടിയപ്പോൾ പിന്നെ വാങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി 5 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതാണ്. ഇനി എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കണ്ടോ, നമുക്ക് മുന്നോട്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്നൊരു പിടുത്തമില്ല എനിക്ക്, ടോയ്ലറ്റിലേക്കൊക്കെ. എന്തായാലും കഴിക്കാം. ഇതും കഴിച്ചിട്ടേ 2 എണ്ണം വേണ്ടാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു. പക്ഷേ 2 എണ്ണം 30 രൂപക്ക് മാത്രമേ കൊടുക്കുള്ളൂ, ഒരെണ്ണമായിട്ട് തരില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇനി കിട്ടിയ സ്ഥിതിക്ക് കഴിക്കുക അല്ലേ. ബംഗാളി സമൂസയാണ് കേട്ടോ, ബോംബെ സമൂസ. എഗെയിൻ കാഴ്ചകൾ ഷൂട്ട് ചെയ്തിട്ട് ഞാനൊരു പരിവാവും. ഒരു 5 മണിക്കൂറുണ്ട്. ഇനി സിറ്റി പനവേലൊക്കെ കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വേറെ ലെവല് സിറ്റി അല്ലേ. ഇതൊക്കെ മുംബൈയുടെ എന്താ പറയുക, ഒരിക്കലും നമ്മൾ മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുറേ അധോലോകവും കുറേ അന്തേരി കിങ്ങും ബോംബെ സ്ലമ്മ്, പിന്നെ എന്താ പറയുക റെഡ് സ്ട്രീറ്റുകൾ, ഇതൊക്കെ മാത്രമാണ് എല്ലാവരും വിചാരം. പക്ഷേ അതേ മഹാരാഷ്ട്രയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഹിൽ ക്യാച്ചർ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ദുരന്തത്തിന് ശേഷം വേറൊരു മനോഹരമായ കാഴ്ചകൾ തന്നെ ഉള്ളു കേട്ടോ. ഈ ഒരു കൊങ്കൺ റെയിൽവേ വഴി കാഴ്ചകളുടെ പരദീസ. 12 മണിക്കൂറോളം നേരം ഉണ്ടല്ലോ. നമ്മളിത് വേറെ ലോകത്തേക്ക്, അതായത് നമുക്ക് ഫോണിൽ നെറ്റൊന്നുമില്ല, റേഞ്ചൊന്നുമില്ല, വേറെ ഒന്നിലും ആക്ടിവിറ്റി ഇല്ല. ഇവിടെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകും. അപ്പോൾ ഭ്രാന്ത് പിടിക്കുമ്പോൾ കുറേ നേരം കിടന്നുറങ്ങും. എത്ര നേരം എന്ന് വെച്ചിട്ടാണ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയിലിടയിൽ ടണൽ വരുന്നതുകൊണ്ട് സ്പീഡിൽ ടണലിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ നല്ല സൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പറ്റില്ല. ഞാനങ്ങനെയാണ് എണീച്ചത്. അപ്പോൾ നെറ്റും ഇല്ല. പിന്നെയുള്ള ആകപ്പാടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകളോട് സംസാരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെ അല്ല എങ്കിലും ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ ഇന്ത്യ ഏകദേശം നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്ന സ്ഥലം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും കേട്ടോ. പക്ഷേ മഴക്കാർ നോക്കിയാ എച്ചാതുകാരെന്ന് അറിയോ, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞൊരു ഫീല്. അന്തരീക്ഷം ആകപ്പാടെ മാറി. ഇത്ര നേരം നല്ല ചൂടായിരുന്നു. ഇടയിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടെങ്കിലും വെയിലായതുകൊണ്ട് അത്യാവശ്യം ചൂടായിരുന്നു. ഇത്രയും ആളുകളല്ലേ ട്രെയിനിൽ കുത്തി നിറച്ചിട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു മഴക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നമ്മൾ മുംബൈയിലേക്ക് വെൽക്കം ചെയ്യുന്നത് മഴയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 11 മണിക്കൂറിൻ്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം പൻവേൽ അഥവാ നവി മുംബൈ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല മഴയാണ്. മുംബൈ LTTയിൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഇത് തന്നെ ആയിരിക്കും കാലാവസ്ഥ. കാരണം നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വരവേൽക്കുന്നത്, മുംബൈയിൽ വരവേൽക്കാനായി നിൽക്കുന്നത് മഴയാണ്. നമ്മൾ വരച്ച ചിത്രത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ലേ, ആ സെയിം ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. കോട എന്താല്ലേ, ഒരു ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെ ഉണ്ട് റിയലായിട്ട് ഇത് കാണുമ്പോൾ. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആ ബിൽഡിങ്ങുകൾ കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കോട, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലനിരകൾ. പൊളി കാഴ്ചകൾ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ
കണ്ണിന് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. ഫസ്റ്റ് ടൈമല്ലേ ഇതൊക്കെ കാണുന്നത്. എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും അത്രയും പരന്ന് കിടക്കല്ലേ മഹാരാഷ്ട്ര മുംബൈ സിറ്റി. അങ്ങനെ 12 മണിക്കൂർ നീണ്ട ഒരു കൊങ്കൺ റെയിൽവേ യാത്രയ്ക്ക് ശേഷം നമ്മൾ മുംബൈ LTTയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിക്കാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ട്രെയിനിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2-3 TTമാർ വരിയൊക്കെ ഉണ്ടാവും, അവർക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് കാര്യങ്ങളോട് കെയർ ചെയ്തിട്ട് വേണം. ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ബഹളങ്ങളിൽ നിന്നും എല്ലാം ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഇതുവരെ കളിച്ച കളിയൊന്നല്ല ഗൈസ്, ഇത് കുറച്ച് എന്താ പറയുക അധോലോക അന്തരി കളികളാണ് വരാൻ പോകുന്നത്. എക്സിറ്റ് നൈസായിട്ട് എക്സിറ്റ് ആവട്ടെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ഞാൻ എന്തോ യൂട്യൂബ് ചാനലിലുള്ള ഒരാളാണെന്ന് മനസ്സിലായി, സെലിബ്രിറ്റി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരുത്തൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര നോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്തെ അവനായിട്ട് അങ്ങോട്ട് പോയി മുട്ടുക എന്ന് പറഞ്ഞാൽ അവൻ വല്ലാതൊരു നോട്ടം. അവൻ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ക്യാമറ ഉണ്ടോ എന്ന് അറിയണം. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു ക്യാമറ ഉണ്ടോ ബാഗിൽ, എന്നാൽ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്തൂടെ. റിക്ഷ നെയ് ചായേ ഭയ്യ, റിക്ഷ ചായേ തോ മേ ഉദർ ആയേഗ, നെയ് ചായേ ഭയ്യ നെയ് ചായേ. അപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തി. അവൻ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടോയെന്ന് അറിയണം. അവന് ഞാൻ പറഞ്ഞു ക്യാമറ ഇല്ല, 10 പൈസ ഇല്ല, ഞാൻ അവിടെ പോയിട്ട് ഒരു 100 രൂപ കടം തരുമോ, എനിക്ക് വണ്ടിക്ക് പോകാനാണെന്ന് പറഞ്ഞു. ആളെ കാണാനില്ല, സീനോട് സീന്, ആളെ കാണാനില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ ഇവിടെ ഉള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ എന്നോടൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോണ് നല്ല സേഫായിട്ട് പിടിച്ചോണം. പിന്നെ ലഗേജ് ബാഗ് ഫ്രണ്ട് സൈഡിലേക്ക് ഇടുന്നതായിരിക്കും സേഫ്. അല്ലാതെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിബൊക്കെ തുറന്നിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴി കൂടെ എന്തൊക്കെ പോകാമെന്നൊരു പിടുത്തല്ല. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം മുംബൈ സിറ്റിയിലേക്ക് കാല് കുത്തിയിരിക്കുന്നു ഹിൽ കാച്ചർ. കേരളം കഴിഞ്ഞു, തമിഴ്നാട് കഴിഞ്ഞു, കർണാടക കഴിഞ്ഞ്, ഗോവ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കേരള ടു ഇന്ത്യ ട്രിപ്പ്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കൊങ്കൺ റെയിൽവേ യാത്ര നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ ഭയങ്കര ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് 10 പൈസ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, 10 പൈസ കിട്ടിയിട്ടുമല്ല. അപ്പോൾ ഇത്രത്തോളമൊക്കെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ വീഡിയോക്ക് സപ്പോർട്ട് കുറവാകുമ്പോൾ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീലാണ്. പക്ഷേ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്ന് വിട്ട് പിന്മാറില്ല. നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണ്, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് സ്റ്റോപ്പാക്കാൻ പോവുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടൊന്ന് ഉഷാറാക്കിക്കോളുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും, മറ്റൊരു വീഡിയോ അല്ല, മുംബൈ അധോലോകത്തിലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും തൽക്കാലത്തേക്ക് ബൈ.